ഇപ്പോൾ സുഹൈൽ മുഹമ്മദ് കൂടി ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങൾ നൽകാൻ. സുഹൈൽ, ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ കൂടി വരുന്നുണ്ട്. മുൻപ് ടെഹ്റാനിലടക്കം നടന്ന ഇസ്രായേൽ ആക്രമണത്തിന്റെ വിശദാംശങ്ങൾ ഇപ്പോൾ ഇതാ ഇറാൻ അത് ഔദ്യോഗികമായ കാര്യത്തിൽ പ്രതികരിക്കുന്നുണ്ട്. 43 സുരക്ഷാ സേനാംഗങ്ങൾ കൊല്ലപ്പെട്ടതായാണല്ലേ ഇറാന്റെ സ്ഥിരീകരണം വരുന്നത്? അസിത, അതുതന്നെയാണ്. രാത്രി വൈകിയും സമാധാനത്തിന്റെ വാർത്തകൾ എവിടെയും നിന്നില്ല. രക്തച്ചൊരിച്ചുകളിലേക്ക് കാര്യങ്ങൾ കടക്കുന്നു, കൂടുതൽ സങ്കീർണമാകുന്നു. അതായത് ഇറാൻ ഒരു ഭാഗത്ത് നിന്ന് ഇസ്രായേലിലേക്കും ഇസ്രായേൽ മറുഭാഗത്ത് നിന്ന് ഇറാനിലേക്കും തുടരെ ആക്രമണങ്ങളിലേക്ക് തിരിയുന്നു എന്ന് വേണം നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. ഇന്നലെ ഇതേ സമയം നമ്മൾ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ഇസ്രായേൽ ആക്രമണം ഇറാനിലേക്ക് നടക്കുമ്പോഴും ഇറാൻ റിറ്റാലിറ്ററി അറ്റാക്ക് നടത്തിയിരുന്നത് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളാണ്. ഈ പറയുന്ന മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ ആക്രമണം നടത്തുമ്പോഴും ഇറാൻ കൃത്യമായി ലക്ഷ്യമിട്ടുന്നത് മിഡിൽ ഈസ്റ്റ് രാജ്യത്തലവന്മാർ അമേരിക്കയ്ക്ക് മേൽ സമ്മർദ്ദം ചെലുത്തി യുദ്ധത്തിൽ നിന്ന് പിന്മാറുമെന്നാണ്. അതായത് ഇന്നലെ ഈ പറഞ്ഞ രീതിയിലുള്ള ആക്രമണങ്ങൾ ഈ പറയുന്ന ഇറാൻ നടത്തിയത് പ്രധാനമായി ലക്ഷ്യം വെട്ടത് ഒരു സമ്മർദ്ദം ചെലുത്തി അമേരിക്കയും ഇസ്രായേലും യുദ്ധത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന ലക്ഷ്യത്തോടു കൂടിയാണ്. പക്ഷേ ഇന്ന് നടത്തുന്നത് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ്. അതായത് സമാധാന ചർച്ചയ്ക്ക് ഇറാനും തയ്യാറല്ല. ഇന്നലെ ഇറാൻ ഈ പറയുന്ന സമാധാന ചർച്ചയ്ക്കൊക്കെ ഒരു അവസരം തുറന്നു കൊടുത്തിരുന്നു. അവരുടെ കൈവശമുള്ളത് പഴയ സ്റ്റോക്ക് പൈൽസ് ആണെന്നും പുതിയ ആഴ്സണൽസ്, പുതിയ വെപ്പൺസ് അത് ഞങ്ങളുടെ കൈവശമുണ്ടെന്നും അത് ഉപയോഗിക്കാൻ ഞങ്ങളെ തുനിയിപ്പിക്കരുതെന്നും അല്ലെങ്കിൽ അതിന് ഞങ്ങളെ ഇറക്കരുതെന്നും ഒക്കെ ഇറാൻ അല്പം ഭീഷണിയുടെ സ്വരത്തിൽ പറഞ്ഞതാണെങ്കിലും ആ ഭീഷണിക്ക് താഴെ അടിവരയിട്ട് പറഞ്ഞ് നിങ്ങൾക്ക് ഇനിയും സംസാരിച്ച് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സമയമുണ്ടെന്നൊരു സാധ്യത കൂടിയായിരുന്നു തുറന്നു കിട്ടുന്നത്. പക്ഷേ ആ സാധ്യതകളൊക്കെ ഇന്നത്തോട് പൂർണ്ണമായി വഴിയടഞ്ഞിരിക്കുന്നതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. കാരണം ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇനി സമാധാന ചർച്ചയല്ല, ഇനി പ്രതികാരമാണ്, വെഞ്ചൻസ് ആണ്. ആ വെഞ്ചൻസിന്റെ എക്സ്ട്രീമെന്റാണ് നമ്മളിപ്പോൾ കാണുന്നത്. അത് തന്നെയാണ് ഇപ്പോൾ ഈ പറയുന്ന ഇറാനിലെ ജെറുസലേം എന്ന 30 കിലോമീറ്റർ മാത്രം ദൂരമുള്ള ബേത്ഷേമിനടക്കം നടത്തിയ ഇറാന്റെ മിസൈൽ ആക്രമണത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിൽ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും ഒടുക്കം ലഭിക്കുന്ന വിവരമനുസരിച്ച് 9 പേരാണ് ബേത്ഷേമിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത്. ബേത്ഷേം എന്ന് പറയുമ്പോൾ ജെറുസലേം, ഈ ഇസ്രായേലിന്റെ തലസ്ഥാനമായ ജെറുസലേമിൽ നിന്ന് 30 കിലോമീറ്റർ മാത്രം ദൂരമുള്ള സ്ഥലമാണ്. അതായത് ഇറാന്റെ അല്ലെങ്കിൽ ഇസ്രായേലിന്റെ ഏറ്റവും അഹങ്കാരം എന്ന് പറയുന്ന അയൺ ഡോമുകളെയൊക്കെ മറികടന്നുകൊണ്ട് ഇറാൻ മിസൈലുകൾ അവരുടെ ടെറിട്ടറിയിൽ, അവരുടെ ജുറിസ്ഡിക്ഷനിലേക്ക് പതിക്കുന്നു എന്നത് ഇസ്രായേലിനെ ഏറെ പേടിപ്പിക്കുന്ന, ഭയപ്പെടുന്ന കാര്യമാണ്. സമാനമായി ഒരു മിസൈൽ ഇങ്ങോട്ട് വരുമ്പോഴേക്കും 10 മടങ്ങ് ശക്തിയിൽ അതേ വേഗത്തിൽ തിരിച്ചടിച്ച് ഇസ്രായേലും സമാനമായ തുല്യശക്തി തെളിയിക്കുന്ന വണ്ണം യുദ്ധമുഖത്ത് നിറഞ്ഞു നിൽക്കുന്നു. അതായത് ആരും വിട്ടുകൊടുക്കാൻ തയ്യാറാകുന്നില്ല. ഒന്നിനൊന്ന് മെച്ചമെന്ന നിലയ്ക്ക്, കണ്ണിന് കണ്ണെന്ന നിലയ്ക്ക് ഈ പറയുന്ന യുദ്ധം മുന്നോട്ട് പോകുന്നു. അത് വലിയ രീതിയിൽ ആശങ്ക ജനിപ്പിക്കുന്ന കാര്യത്തിൽ സംശയമില്ല. അതേസമയം തന്നെയാണ് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി അടക്കം ചില കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. അതായത് ഞങ്ങൾ ഈ പറഞ്ഞ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെ ആക്രമിക്കുന്നത് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുള്ള വെറുപ്പ് കൊണ്ടല്ല, പക കൊണ്ടല്ല, വൈരാഗ്യം കൊണ്ടല്ല. ഉദ്ദേശിക്കുന്നത് ഈ പറയുന്ന അമേരിക്കൻ സൈനിക ബേസുകളെയാണ്. അതായത് അമേരിക്കക്ക് അഭയം നൽകുന്ന, അമേരിക്കക്ക് സ്ഥലം നൽകുന്ന, അമേരിക്കയുടെ ഓപ്പറേഷന് വേണ്ടി ഒരു പ്ലോട്ട് നൽകുന്ന ഏത് രാജ്യത്തെയും ഏതിടത്തെയും അത് അമേരിക്കയുടെ ഭൂമിയായി കണ്ടുകൊണ്ട് ആക്രമിക്കുന്നു പറയുമ്പോൾ അമേരിക്കക്ക് താവളം ഒരുക്കുന്ന മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലേക്ക് ഇനിയും ആക്രമണങ്ങൾ ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകുന്നു. അതേസമയം തന്നെ ഉദ്ദേശിക്കുന്ന അവിടുത്തെ ജനവാസ മേഖലയില്ല, അവിടുത്തെ സിവിലിയൻസിനെയല്ല, അവിടുത്തെ ഭരണകൂടത്തെയല്ല അവർ ലക്ഷ്യം വെക്കുന്നത് അമേരിക്കയാണ്, അമേരിക്കൻ താവളത്തെയാണെന്ന് ഊട്ടിയുറപ്പിച്ച് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം ഇപ്പോഴുള്ള മിഡിൽ ഈസ്റ്റിൽ നടക്കുന്ന ആക്രമണങ്ങൾ അതേ പേസിൽ തന്നെ, അതേ വേഗതയിൽ തന്നെ, ഇപ്പോൾ നടക്കുന്ന അതേ എക്സ്ട്രീമെന്റിൽ തന്നെ ഈ തുടരെ ഇനിയും ആക്രമണം ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയം. അതുകൊണ്ട് തന്നെ ഈ രാത്രി ഏറെ നിർണായകമാണ്. അതിൽ പ്രധാനമായും നിർണായകമെന്ന് ഞാൻ പറയാൻ കാരണം എവിടെ നിന്നും സമാധാനത്തിന്റെ കോൾ ഉണ്ടാകുന്നില്ല. ഈ യുദ്ധം തുടങ്ങിയിട്ട് ഇപ്പോൾ 48 മണിക്കൂറിലേക്ക് കടക്കുന്നു. അതിരൂക്ഷമായ രക്തച്ചൊരിച്ചിൽ ഉണ്ടാക്കുന്ന യുദ്ധമാണ്. നമ്മൾക്കറിയുന്ന പോലെ തന്നെ മിനാബിൽ ഇപ്പോൾ 142 കുട്ടികളാണ് പ്രൈമറി സ്കൂളിൽ നടന്ന ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത്. അതേപോലെ തന്നെ പല സിവിലിയൻസും ഇറാന്റെ പലയിടങ്ങളിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇസ്രായേലും സമാനമായ ആൾനാശം വിതച്ചിട്ടുണ്ടെന്നാണ് ഇറാൻ അവകാശപ്പെടുന്നത്. പക്ഷേ ഇസ്രായേലിന് ഔദ്യോഗിക വിവരങ്ങൾ വരുന്നില്ലെങ്കിലും ഇസ്രായേൽ ഈ പറയുന്ന മിസൈലുകൾ പതിച്ചിട്ടുണ്ടെന്ന കാര്യത്തിൽ ഇസ്രായേലും വ്യക്തത വരുത്തുന്നു. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നിനൊന്ന് മെച്ചമെന്ന കണക്കെ, പല്ലിന് പല്ലെന്ന കണക്കെ, കണ്ണിന് കണ്ണെന്ന കണക്കെ തിരിച്ചു അറ്റാക്കും കൗണ്ടർ അറ്റാക്കുമായി ഈ പറഞ്ഞ യുദ്ധമുഖം അത് വല്ലാതെ സങ്കീർണമാകുന്നത് വിഷമകരമായ കാര്യമാണ്. സുഹൈൽ, ആ വാർത്തകൾക്ക് കൂടുതൽ ആശങ്ക നൽകുന്ന നിലയിൽ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഒരു പ്രതികരണം എന്ന നിലയിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് വരും ദിവസങ്ങളിൽ ടെഹ്റാനിലേക്കുള്ള ആക്രമണം അത് അതിശക്തമായി തുടരും എന്നുള്ള ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഒരു പ്രതികരണം കൂടി വരുന്നുണ്ട്. സുഹൈൽ, സ്വാഭാവികമായും ഇപ്പോൾ സുഹൈൽ ആവർത്തിച്ചു പറഞ്ഞതുപോലെ തന്നെ അശാന്തിയുടെ വാർത്തകൾ തന്നെ ഇനിയും ലോകത്തെ കാത്തിരിക്കുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനയായി മാറുന്നുണ്ടതല്ലേ? തീർച്ചയായും. അതായത് ആരും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. ഈ തുടക്കത്തിൽ ഇന്ന് അമേരിക്ക, ഡൊണാൾഡ് ട്രംപ് ഇറാനൊരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നിങ്ങളുടെ റീറ്റാലിറ്ററി ആക്ഷൻ നിലയിൽ നിങ്ങൾ നടത്തുന്ന കൗണ്ടർ അറ്റാക്ക് അവസാനിപ്പിച്ചില്ലെങ്കിൽ സമീപകാലത്തൊന്നും നിങ്ങൾക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ തിരിച്ചടി അമേരിക്ക കൊടുക്കുമെന്ന ഭീഷണി നേരത്തെ തന്നെ മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ ആ ഭീഷണിക്ക് ഇറാൻ വഴങ്ങുമെന്ന് നമുക്ക് തോന്നുന്നില്ല. കാരണം ഇറാൻ്റെ ഒരു ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ എന്നൊക്കെ അമേരിക്ക മുന്നറിയിപ്പ് നൽകുന്നു, എന്നൊക്കെ അമേരിക്ക ഭീഷണിപ്പെടുത്തുന്നു, ആ ഭീഷണികളെ വകവെക്കാതെ മുന്നോട്ട് പോകുന്ന പോരിന്റെ ശക്തിയുള്ള ഒരു രാജ്യം കൂടിയാണ് ഇറാൻ. അത് തന്നെയാണ് എപ്പോഴും ഇറാനെ
തന്നെ അമേരിക്ക ശത്രുപക്ഷത്ത് നിർത്തിയതും. അതുകൊണ്ട് തന്നെ പുതിയ മുന്നറിയിപ്പുകൾ അത് ഇറാൻ ഗൗനിക്കുമെന്ന് നമുക്ക് പറയാനാകില്ല. കാരണം ഇറാനിലെ തൽസ്ഥിതി അത് അത്തരത്തിൽ അമേരിക്കയുടെ ഭീഷണികളെയൊക്കെ വഴങ്ങിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന തൽസ്ഥിതി ആയിരിക്കില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം നഷ്ടം അത് വലുതാണ്. നഷ്ടം അവരുടെ സുപ്രീം ലീഡറാണ്. സുപ്രീം ലീഡർ എന്ന് പറയുമ്പോൾ അതൊരു നിസ്സാരമായ പൊളിറ്റിക്കൽ അതോറിറ്റി മാത്രമല്ല, അതിനപ്പുറത്ത് തിയോക്രാറ്റിക് അതോറിറ്റിയാണ്, തിയോക്രാറ്റിക് അഡ്മിനിസ്ട്രേറ്ററാണ്. അതായത് ഒരു രാജ്യത്തെ ഭരണശില്പി അല്ലെങ്കിൽ ഒരു രാജ്യത്തെ ഭരണകർത്താവിനെ നീക്കുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുക പൊളിറ്റിക്കൽ ഡിലേമകളാണ്, ഈ പറയുന്ന പൊളിറ്റിക്കൽ കൺഫ്യൂഷൻസ് ആണ്. പക്ഷേ ഇറാനെ സംബന്ധിച്ചിടത്തോളം പൊളിറ്റിക്കൽ കൺഫ്യൂഷൻസിന് അപ്പുറത്തേക്ക് അവർക്ക് ഈ കമ്മ്യൂണിയുമായി ബന്ധപ്പെടുന്ന ഇമോഷൻ എന്ന് പറഞ്ഞത് റിലീജിയസ് സ്പിരിച്വൽ ആണ്, അതായത് ആത്മീയമാണ്. അവരുടെ ആത്മീയ നേതാവിനെ കൊലപ്പെടുത്തി എന്നത് ഈ നാടിന്റെ അവിടെ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ആഭ്യന്തര യുദ്ധത്തിനൊക്കെ പിന്നാലെ ഉണ്ടായിരിക്കുന്ന ഒരു ശിഥിലമായ ഒരു സംവിധാനം അവിടെ ഉണ്ടായിരുന്നു. ജനങ്ങൾക്കിടയിൽ വലിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. ഭരണകൂടത്തിനെതിരെ പോരടിക്കുന്ന ജനങ്ങൾ അവിടെ നമ്മൾ കണ്ടിരുന്നു. പക്ഷേ ഈ പറഞ്ഞ സുപ്രീം ലീഡർ കൊല്ലപ്പെട്ടതിന് പിന്നാലെ അവിടെ സമാനതകളില്ലാത്തൊരു സോളിഡാരിറ്റി ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാകുന്നു, ഒരു യൂണിഫിക്കേഷൻ ഉണ്ടാകുന്നു. ഈ കഴിഞ്ഞ അതായത് ഖമേനി കൊല്ലപ്പെട്ടതിന് പിന്നാലെ വന്ന വാർത്തകൾ എവിടെയും പ്രക്ഷോഭകാരികളുടെ പേര് നമ്മൾ കേട്ടിട്ടില്ല, പ്രക്ഷോഭകാരികൾ നിരത്തിലിറങ്ങിയതിനെ കുറിച്ച് നമ്മൾ കേട്ടില്ല. ഇപ്പോൾ ഈ പറയുന്ന പോലെ തന്നെ റസാ പഹലവി അടക്കം ജനങ്ങളോട് ഈ പ്രക്ഷോഭത്തിന് സമയമായി എന്ന് ആഹ്വാനം ചെയ്യുമ്പോഴും അത്തരത്തിൽ പ്രക്ഷോഭകാരികളുടെ മൂവ്മെന്റിനെ കുറിച്ച് ഒരു വാർത്തയും ഇറാനിൽ നിന്ന് വരുന്നില്ല. അതിനർത്ഥം ഇറാനെ സംബന്ധിച്ച് പ്രക്ഷോഭമുണ്ട്. ഈ പറഞ്ഞ ഭരണകൂടത്തിനെതിരെ അവിടുത്തെ ജനങ്ങൾക്ക് ചില അവമതിപ്പുകളുണ്ട്, ഭിന്നതകളുണ്ട്. പക്ഷേ ആ ഭിന്നതകളൊന്നും പുറത്തെടുക്കേണ്ട സമയം ഇതല്ലെന്ന് അവിടുത്തെ ഓരോ ജനതയ്ക്കും ബോധ്യപ്പെട്ടു എന്നാണ് നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഈ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും കൊല്ലപ്പെട്ടിരിക്കുന്ന അവിടെ സുപ്രീം ലീഡറാണ്, അവിടെ തിയോക്രാറ്റിക് ലീഡറാണ്. ആ തിയോക്രാറ്റിക് ലീഡറിന്റെ കൊലപാതകത്തിന് മരണത്തിന് പ്രതികാരം ചെയ്യണമെന്ന ഒരു ബോധം, ഒരു ഇൻട്രോസ്പെക്ഷൻ, ആത്മപരിശോധന അവിടുത്തെ ഓരോ ജനതയ്ക്കുള്ളിൽ വന്നു എന്ന് വേണം നമ്മൾ ഈ ഘട്ടത്തിൽ അനുമാനിക്കാൻ. കാരണം ഖമേനിയുടെ കൊലപാതകത്തിന് പിന്നാലെ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പള്ളിയിൽ ചുവന്ന കൊടി ഉയർത്തിയെന്നാണ് നമ്മൾ അവിടെ നിന്ന് ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ചുവന്ന കൊടി എന്ന് പറഞ്ഞ പ്രതികാരത്തിന്റെ പ്രതീകമാണ്. അതായത് ഈ ഭരണകൂടം ചെയ്യുന്ന കണക്കിൽ തന്നെ ഓരോ ജനങ്ങളും ഖമേനിയുടെ കൊലപാതകത്തിന്, ഖമേനിയുടെ ജീവനെടുത്ത അമേരിക്കയും ഇസ്രായേലിനും പ്രതികാരം ചെയ്യുന്ന ഉറച്ച ദൃഢനിശ്ചയത്തോടുകൂടി മുന്നോട്ട് പോകുന്ന കാഴ്ചകളാണ് ഇറാനിൽ നിന്ന് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇറാൻ ഭരണകൂടം നടത്തുന്ന ഓരോ സ്ട്രൈക്കുകൾക്കും പൂർണ്ണമായി പിന്തുണ അവിടുത്തെ ജനങ്ങളിൽ നിന്ന് ലഭിക്കുന്നു എന്നുള്ളത് ഇറാനെ സംബന്ധിച്ചിടത്തോളം സമാന കാലത്തുമില്ലാത്ത രീതിയിൽ യൂണിഫിക്കേഷൻ രൂപപ്പെടുന്നു എന്നുള്ളത് പുതിയ ഭരണകൂടത്തിന് വലിയ ശക്തി നൽകുന്നത്, അവരെ കൂടുതൽ സ്ട്രെങ്തൻ ചെയ്യുന്ന ഒരു കാര്യമാണെന്ന കാര്യത്തിൽ സംശയമില്ല. അതിനും അപ്പുറത്തേക്ക് നമുക്ക് അറിയുന്ന പോലെ തന്നെ ഈ ഓപ്പറേഷൻ ഫ്യൂരിയുമായി ബന്ധപ്പെട്ട് ഈ റോറിംഗ് ലയൺ എന്ന് ഇസ്രായേൽ വിളിക്കുന്ന ഈ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട് അവർ ആദ്യം ഉന്നം വെച്ചിരുന്നത് ഈ പറയുന്ന ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സിനെയും അതേപോലെ തന്നെ അവരുടെ ഭരണത്തെ നിർണ്ണയിച്ചുകൊണ്ടിരുന്ന ഭരണചക്രം തിരിച്ചിരുന്ന പ്രധാനികളെ കൊലപ്പെടുത്തുക എന്നുള്ളതാണ്. ആ മിഷനിൽ പൂർണ്ണമായും ഇസ്രായേലും അമേരിക്കയും വിജയിച്ചു. അത് തന്നെയാണ് ഖമേനിയുടെ കൊലപാതകം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതും. അതിനപ്പുറത്തേക്ക് പല ആളുകൾ എന്ന് പറയുമ്പോൾ ഇന്റലിജൻസ് ചീഫ് അബ്ദുൾ റഹ്മാൻ മൗസവി, അതേപോലെ തന്നെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സിന്റെ കമാൻഡർ മുഹമ്മദ് പാക്പൂർ, അതേപോലെ തന്നെ പ്രതിരോധ മന്ത്രി അമീർ നസീർ സാദ്. അതായത് ഒരു രാജ്യത്ത് യുദ്ധമുണ്ടായാൽ എങ്ങനെ തിരിച്ചടിക്കണമെന്ന് തീരുമാനിക്കാൻ, എങ്ങനെ തിരിച്ചടിക്കണമെന്ന് കമാൻഡ് കൊടുക്കേണ്ട എല്ലാ നേതാക്കളെയും തുടക്കത്തിൽ ഉന്മൂലനം ചെയ്തുകൊണ്ട് ഒരു വലിയ പ്രഹരമായിരുന്നു ഇസ്രായേലും അമേരിക്കയും ചേർന്ന് ഇറാനിൽ നടത്തിയത്. ആ ഉന്മൂലന പ്രക്രിയയിൽ അവർ വിജയം കണ്ടു. അതുകൊണ്ട് തന്നെ ഒരു കൂൾ ഓഫ് ടൈം അമേരിക്കയും ഇസ്രായേലും കിട്ടിയിരുന്നു. കൂൾ ഓഫ് ടൈം എന്ന് പറഞ്ഞാൽ പുതിയ നേതൃത്വം വരണം, ആ നേതൃത്വം ഒരു കമാൻഡ് കൊടുക്കണം. ഈ ഒരു സമയം പ്രക്ഷോഭകാരികളെ മുൻനിർത്തി അവിടെ ഒരു അട്ടിമറി ഉണ്ടാക്കാമെന്നൊരു അനുമാനത്തിലൊക്കെ ആയിരുന്നു ഇസ്രായേലും അമേരിക്കയും നമുക്ക് മനസ്സിലാക്കണം. പക്ഷേ അങ്ങനെ ഒരു കളമായിരുന്നില്ല. അവിടെ ഒരു രക്തസാക്ഷിത്വം ഉണ്ടാകുമ്പോൾ ഖമേനിയുടെ രക്തസാക്ഷിത്വം ഉടലെടുത്തതിന് പിന്നാലെ സമാനതകളില്ലാത്തൊരു സോൾഡാറ്റ് അവിടെ ഉണ്ടാകുന്നു. അതേപോലെ തന്നെ ഒട്ടും അമാന്തിക്കാതെ തന്നെ കൊല്ലപ്പെട്ടവർക്ക് പകരക്കാരായി അവരെ പോലത്തെ അനുഭവ സമ്പത്തുള്ള പ്രമുഖരെ തന്നെ നിയമിച്ച് ഒരു കമാൻഡ് കൊടുക്കാനുള്ള ഒരു നിര തന്നെ ഇപ്പോൾ അവിടെയുണ്ട്. അതായത് ഇറാനെ സംബന്ധിച്ചിടത്തോളം ആയുധങ്ങളുണ്ട്, എങ്ങനെ യുദ്ധം ചെയ്യുന്ന അറിയുന്നവരാണ്. ഈ പറയുന്ന പൊളിറ്റിക്കൽ ഡിപ്ലോമസി അവർക്കുണ്ട്, അതേപോലെ തന്നെ സ്ട്രാറ്റജികൾ അവരുടെ കയ്യിലുണ്ട്. അതിനൊപ്പം തന്നെ ഇതൊക്കെ എങ്ങനെ നിയന്ത്രിക്കണം തീരുമാനിക്കുന്ന ഭരണകർത്താക്കൾ പുതുതായി അവിടെ രൂപം കൊണ്ടിരിക്കുന്നു. അതായത് പകരത്തിന് പകരം എന്ന കണക്കിൽ നഷ്ടപ്പെട്ടവർക്ക് പകരമായി അവരെ പോലെ തന്നെ അനുഭവ സമ്പത്തുള്ള ഒരു സിസ്റ്റം അവിടെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അത് ഈ പറയുന്ന പോലെ ഖമേനി ഭരണകൂടം തിയോക്രാറ്റിക് ഭരണം കൂടിയാണ്. ഈ പറയുന്ന പോലെ മതാടിസ്ഥാനത്തുള്ള ഒരു ഭരണകൂടമാണ്. അവർക്ക് അവരുടേതായ ഒരു ഡിസൈൻ ഉണ്ട്. ആ ഡിസൈൻ പ്രകാരം ഒരാൾ കൊല്ലപ്പെട്ടാൽ, ഒരാൾ അവിടെ നിന്ന് ഉന്മൂലനം ചെയ്യപ്പെട്ടാൽ പകരമായി എന്ത് ചെയ്യണമെന്ന് നേരത്തെ തന്നെ വിൽ പവർ ഉള്ള, നേരത്തെ തന്നെ തീരുമാനമെടുക്കുന്ന ഒരു സംവിധാനമുള്ള ഇടമാണ്. അവരൊരു പ്രതിപക്ഷം അവിടെയില്ല. അതുകൊണ്ട് തന്നെ ഒരു പൊളിറ്റിക്കൽ ഇൻസ്റ്റബിലിറ്റി ക്രിയേറ്റ് ചെയ്ത് അവിടെ ഭരണം അട്ടിമറിക്കാൻ നിലവിൽ അമേരിക്കക്കും ഇസ്രായേലിനും ഈ ഘട്ടത്തിലാവില്ല. ആകെ ചെയ്യാൻ പറ്റുക എന്നുള്ളത് തുടരെ ഈ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സിന് മേലെ ആക്രമണം ഉണ്ടാക്കുക, ഈ സിവിലിയൻസിന് കൂടുതൽ നാശം വിതയ്ക്കുക, അങ്ങനെ തുടരെ അവരുടെ ശക്തി ക്ഷയിപ്പിച്ചുകൊണ്ട് പ്രക്ഷോഭകാരികൾക്ക് അവിടെ വളർന്നു വരാനുള്ള ഒരു അനുകൂല പ്ലോട്ട് ഒരുക്കുക മാത്രമാണ് അമേരിക്കയ്ക്കും ഇസ്രായേലിന് മുമ്പിൽ ഏക പോം വഴി. നമുക്ക് അറിയുന്ന പോലെ തന്നെ ലോകചരിത്രത്തിൽ എവിടെയും കരയുദ്ധമില്ലാതെ വ്യോമാക്രമണം കൊണ്ട് ഒരു രാജ്യത്തെയും പരമാധികാരത്തെ ഇല്ലാതാക്കാൻ കഴിഞ്ഞിട്ടില്ല, ഒരു രാജ്യത്തെയും ഭരണത്തെ അട്ടിമറിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ വ്യോമാക്രമണം കൊണ്ട് മാത്രം ഈ പറയുന്ന ഇറാനിൽ അവിടെ ഒരു അട്ടിമറി ഉണ്ടാക്കി പ്രക്ഷോഭകാരികളുടെ അമേരിക്കൻ വിധേയത്വത്തിനുണ്ടാകുന്ന, അല്ലെങ്കിൽ അമേരിക്ക വിധേയപ്പെടുന്ന ഒരു പപ്പറ്റ് ഗവൺമെന്റ് സൃഷ്ടിച്ചെടുക്കാമെന്ന തോന്നലോ ചിന്തയോ ഈ ഘട്ടത്തിലും അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഇല്ല. പക്ഷേ അവരെ
സംബന്ധിച്ചിടത്തോളം ആത്യന്തികമായി തുടരെ ആക്രമണം ഉണ്ടാവുക, ഈ പറയുന്ന ഇറാന്റെ കയ്യിലുള്ള ഹാസ്നസ്, ഈ പറയുന്ന വെപ്പൺസ് ഒക്കെ പരമാവധി ഉപയോഗപ്പെടുത്തി അവരുടെ സൈനിക ശേഷി കുറക്കുക, ഒപ്പം തന്നെ ഒരുപാട് കാഷ്വാലിറ്റി ഉണ്ടാക്കുക, മറുവഴികളില്ലാതെ അവർ ഈ പറയുന്ന പോലെ അമേരിക്ക മുമ്പിൽ വിധേയപ്പെടുമെന്ന ഒരു അനുമാനത്തിലാണ് നിലവിൽ ആക്രമണം ഉണ്ടാകുന്നത്. പക്ഷേ ഇസ്രായേലും അമേരിക്കയും പ്രതീക്ഷിക്കാത്ത രീതിയിൽ വലിയ തിരിച്ചടികൾ ഇറാന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. ബാലിസ്റ്റിക് മിസൈലുകൾ തലങ്ങും വിലങ്ങും പായുന്നു. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന അനുസരിച്ചാണെങ്കിൽ ഇസ്രായേലിലേക്ക് വലിയ രീതിയിൽ ആക്രമണം ഉണ്ടാകുന്നു. വടക്കൻ മധ്യൻ ഇസ്രായേലാണ് ഇറാൻ കൂടുതൽ അറ്റാക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടെ നിന്നുള്ള കാഷ്വാലിറ്റി വിവരങ്ങൾ നമുക്കിപ്പോൾ ലഭ്യമല്ലെങ്കിലും ഒരു ഭാഗത്തു നിന്ന്, ഇറാന്റെ ഭാഗത്തു നിന്നാണെങ്കിലും ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും സമാധാനത്തിന്റെ കോളുകൾ എവിടെ നിന്നും ഉണ്ടാകുന്നില്ല. ലോകരാഷ്ട്രങ്ങൾ കൈയും കെട്ടി നോക്കി നിൽക്കുന്ന അല്പം സങ്കടകരമായി തന്നെ നമുക്ക് പറയേണ്ടി വരും. അസിത, തീർച്ചയായും ഒരു അരക്ഷിതാവസ്ഥ ഇറാനിൽ സൃഷ്ടിക്കുക എന്നുള്ളതായിരുന്നു ഈ ആക്രമണത്തിന്റെ ആദ്യഘട്ടത്തിൽ അമേരിക്കയും ഇസ്രായേലും ലക്ഷ്യമിട്ടത് എന്നുള്ളത് വ്യക്തമാണ്. പക്ഷേ അങ്ങനെയൊരു അമാന്തം ഉണ്ടായില്ല ഇറാന്. ആദ്യ മണിക്കൂറുകളിൽ പോലും അതിശക്തമായ തിരിച്ചടി ആദ്യ മണിക്കൂറുകളിൽ തന്നെ ഇറാൻ നൽകിയിരുന്നു. അത് ഇപ്പോഴും തുടരുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.